പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ കർത്താവിൻ്റെ വിലയേറിയ ജീവനുള്ള മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങൾ മുമ്പിൽ നിൽപ്പാൻ ദൈവമിടയാക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ വലിയവനായ കർത്താവിന് നന്ദി പറയുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി വചന കേൾവിക്കായി നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമ്മുടെ ജീവിതം സന്തോഷകരമാകത്തില്ല. ദൈവ സാന്നിധ്യ ബോധത്തിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കുമ്പോൾ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടവരായി ജീവിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ആ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പാപം മൂലം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ 55 സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: യഹോവേ, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധ രൂഹായ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം, നീ തന്ന ആ രക്ഷയുടെ സന്തോഷം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നതായ ആ ദൈവിക കൂട്ടായ്മയുടെ സന്തോഷം, ആ ദൈവമായുള്ള ബന്ധത്തിലുള്ള എനിക്ക് ലഭിച്ചിരുന്നതായ ആ ഒരു വലിയ സന്തോഷം, അതെനിക്ക് മടക്കി തരണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 2 വേഴ്സ് 13. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പ്രവാചകനായിരുന്ന യിരെമ്യാവ് മുഖാന്തരം കർത്താവ് തൻ്റെ ജനത്തോട് പറയുന്നു. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ ഇന്ന് യെരൂശലേം കേൾക്ക് വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന, നീ നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ നിന്റെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നൊരുക്കുകയും കുറ്റക്കാരായിത്തീരും. അവർക്ക് ദോഷം വന്നു ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് യിരെമ്യാവോട് ഒരു പ്രത്യേക അരുളപ്പാട് കൊടുക്കാനായിട്ട് പറയുക. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യിരെമ്യാവിനെ വിളിച്ചത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അനാഥോത്തിലെ പുരോഹിത കുടുംബത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനായിരുന്നു യിരെമ്യാവ്. തനിക്ക് പുരോഹിത ശുശ്രൂഷയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ തന്നെ വിളിച്ചിട്ട് തന്നോട് പറയുന്നു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായിട്ട്, രാജ്യങ്ങൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ യിരെമ്യാവ് ഒരുപാട് ഒഴികഴിവ്, എക്സ്ക്യൂസ് പറയുന്നുണ്ട്. യിരെമ്യാവ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ ബാലനാകുന്നു, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. താൻ പുരോഹിത വംശത്തിൽപ്പെട്ട ആളാണ്. പുരോഹിത ശുശ്രൂഷയെക്കുറിച്ച് മാത്രമേ തനിക്ക് ധാരണയുള്ളൂ. എന്നാൽ കർത്താവ് ഇപ്പോൾ വിളിക്കുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. പ്രവാചക ശുശ്രൂഷ നിറവേറ്റുവാൻ ആവശ്യമായ ബുദ്ധിയോ കഴിവോ സാമർഥ്യമോ അറിവോ പരിജ്ഞാനമോ ഒന്നും എനിക്കില്ല എന്നാണ് യിരെമ്യാവ് പറയുന്ന. സ്തോത്രം. അതിൻ്റെ 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ പുറത്തു വന്നതിനുവെന്ന് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യിരെമ്യാവ് പറയുന്നു 5-ാം വാക്യത്തിൽ, 6-ാം വാക്യത്തിൽ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന എവിടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കാൻ വേണം. കഥ പറഞ്ഞത് തിങ് ഈസ് വെരി സിമ്പിൾ. നീ കൂടുതലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആരുടെയൊക്കെ പോകണം നിന്നോട് പറയുന്നോ, നീ അവിടെ അടുത്ത് പോയാൽ മതി. അതുപോലെ തന്നെ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു, അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പം നിനക്ക് സംസാരിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ തന്നെ ഞാനത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒരു ആശ്വാസ വാക്ക്, ഒരു എൻകറേജ്മെന്റ് യിരെമ്യാവിന് ദൈവം കൊടുക്കുകയാണ്. ആമേൻ.
എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടൊരു ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വലിയ ഒരു വിളി കൊടുത്താണ്, ഒരു വലിയ ഉത്തരവാദിത്വം നൽകിയാണ് യിരെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകനായിട്ട്. പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു പാരമ്പര്യവും തനിക്കില്ല. ആമേൻ. തനിക്ക് മുന്നമേ യാതൊരു കാര്യങ്ങളുമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അപ്പോഴാണ് നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് കർത്താവ് ഒരു കാര്യം കൂടി യിരെമ്യാവിനോട് പറഞ്ഞാണ് അയക്കുന്നത്. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിന് യഹൂദരാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിന് നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളാക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. എന്നിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കൊണ്ട്, നീ ചെന്ന് യെരൂശലേം നിവാസികളെ കേൾക്ക് വിളിച്ചു പറയേണ്ടത്. ആമേൻ. എന്ത് കേൾക്ക് വിളിച്ചു പറയേണ്ടതെന്ന് പറയുമ്പോൾ, നാളുകളായി ഇവരോട് സംസാരിച്ചിട്ട് ഇവർ കേൾക്കുന്നില്ല. കർത്താവ് പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. എന്ത് കേൾപ്പാൻ ചെവിയുള്ളവൻ എന്ന് പറയുന്നത്? ചെവി കൊണ്ട് കേൾക്കുന്ന എല്ലാവരും കേൾക്കുന്നവരല്ല. കേൾക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുക, ഗ്രഹിക്കുക, അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അനേക ആളുകൾ ദൈവവചനം കേൾക്കാറുണ്ട്. പക്ഷെ the thing is, how many of us are practicing the word of God in our lives? നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാൻ, പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരുവാൻ, പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരുവാൻ, ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ എത്ര പേർക്ക് കഴിയുന്നുവെന്ന് കർത്താവ് ചോദിക്കുന്നു. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, നീ യെരൂശലേം കേൾക്ക് വിളിച്ചു പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്താ വിളിച്ചു പറയേണ്ട കാര്യം? ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് പറയാനുണ്ട്. സ്തോത്രം. 2 കൂട്ടത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഒന്ന്, ഈ ലോകത്തിൽ ദൈവത്തെ അറിയാത്ത വലിയൊരു പെർസെൻറ്റേജിലുള്ള ആളുകൾ. അവരോട് കർത്താവിന് എന്നും പറയാൻ ഒരു ദൂതേ ഉള്ളൂ, നിങ്ങൾ ജീവിക്കുന്ന ദൈവവുമായി കണ്ടുമുട്ടുക, ജീവിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുക, ജീവിക്കുന്ന ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധം നിങ്ങൾ സ്ഥാപിക്കുക. എന്നാൽ ദൈവത്തെ അറിഞ്ഞ വ്യക്തികളോട് കർത്താവിന് പറയുവാൻ ആമേൻ ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മെ പോലെയുള്ളതായ കർത്താവിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മളോട് കർത്താവിന് പറയാൻ ദൂതുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് മുമ്പോട്ട് പോകുക. അഥവാ നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോയെങ്കിൽ നിങ്ങൾ മടങ്ങി വരിക. ആമേൻ. അപ്പോൾ ഇവരെ, ഈ ഒരു പ്രത്യേക ജനത്തെ, ദൈവജനത്തെ, അവരവരുടെ പഴയ അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ പഴയ പാപങ്ങളിലേക്ക് ദൈവത്തെ മറന്നു പോയ ഒരു ജനത്തെ മടക്കി കൊണ്ടുവരിക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് യിരെമ്യാവിന്റെ മേൽ ദൈവം ഭരമേൽപ്പിച്ചത്. സ്തോത്രം. ആമേൻ. മടങ്ങി വന്നില്ലെങ്കിൽ എൻ്റെ കൈ നിങ്ങൾക്ക് വിരോധമായിരിക്കും എന്ന ഒരു വാണിങ്, ഒരു ചേതാവിനെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു മുന്നറിയിപ്പ് ഇതിൻ്റെ പുറകിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആമേൻ. നമ്മൾ കാണുന്നത് തൻ്റെ ദാസനായ മോശയിൽ കൂടെ 430 ആണ്ടോളം അടിമത്തത്തിലായിരുന്ന ജനതയെ ദൈവം വിടുവിച്ചു. ചെങ്കടൽ കടന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തിന് ധാരാളം പാട്ടുപാടി, അവർ തപ്പടിച്ച് തപ്പുകൊട്ടി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു പാടി. ഫറവോനെയും തൻ്റെ കൂട്ടരെയും തൻ്റെ ആളുകളെല്ലാം കടലിൽ തള്ളിയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞ് ചെറുകെ പതിയെ അവര് മരുഭൂമിയിലേക്ക് അവിടെ യാത്ര തുടർന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് പരാതികളും പരിഭവങ്ങളും പിണക്കങ്ങളും
ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടായി. ദൈവം അതെല്ലാം പോട്ടെന്ന് വെച്ചാൽ ക്ഷമിച്ചു. നാളുകൾ കുറെ മുമ്പോട്ട് പോയി. മോശ മുഖാന്തരം സീനായ് മലയിൽ നിന്നും ദൈവം തന്നെ സ്വന്തം കൈവിരൽ കൊണ്ട് എഴുതിയ ന്യായപ്രമാണം, സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തതായ ന്യായപ്രമാണം, ആദ്യത്തെ കൽപ്പനകൾ ദേഷ്യം വന്ന് മോശയോട് ഉറച്ചു കളഞ്ഞുവെങ്കിലും രണ്ടാമത് മോശയോട് തന്നെ കൽപ്പന ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കൽപ്പലകയുമായി മോശ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുമായി സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സീനായ് മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന മോശയെ കണ്ടുകൊണ്ട് ദൈവജനം സന്തോഷിച്ചു. അവിടെ വെച്ച് അവർ തീരുമാനമെടുത്തു, ദൈവം എന്ത് പറഞ്ഞാലും ഞങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊള്ളാം. ദൈവത്തിൻ്റെ ഈ നിയമങ്ങളെല്ലാം കേട്ടിട്ട് അവർ പറഞ്ഞു, നല്ല കാര്യം, ഞങ്ങൾ അക്ഷരം പ്രതി ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം, ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്തോത്രം. ആമേൻ. എന്നാൽ തുടർന്ന് അങ്ങോട്ട് കാര്യങ്ങൾ അവതാളത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ പ്രിയപ്പെട്ട ദൈവജനം എന്ന് പറയുന്നവർ കാണുന്നത്. സ്തോത്രം. എന്തായിരുന്നു അവിടെ കുഴപ്പം? ഒന്നാമത്തെ അവിടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നന്ദികേട്, ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ആമേൻ. ഇൻഗ്രാറ്റിറ്റ്യൂഡാണ് അവിടെ കുഴപ്പം. നന്ദികേട്, ഉപകാരം ചെയ്ത ദൈവത്തെ മറന്നു പോകുന്ന നന്ദികേട്, സഹായിച്ച ദൈവത്തെ മറന്നു പോകുന്ന നന്ദികേട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവം അത്ര നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. നമ്മുടെ സാക്ഷ്യവാചകങ്ങളിൽ കൂടെ സഭായോഗങ്ങളിൽ എഴുന്നേറ്റെന്ന് പറയാറില്ലേ, അവൻ നല്ലവനും വല്ലഭനും ഒക്കെ ആയിരുന്നു, എൻ്റെ അനുഭവം പഴയതായിരുന്നു, അവിടെ ദൈവം എന്നെ കൊണ്ടുവന്ന് നടത്തി. എന്നെല്ലാം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അന്നുണ്ടായിരുന്ന ആ ഒരു ആവേശം, അന്നുണ്ടായിരുന്ന ആ ഒരു ഉണർവ്, ആ ഒരു സന്തോഷം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവിടെ കർത്താവ് പറയുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവർ. ആമേൻ. മരുഭൂമിയിൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും മൂലം അവർക്ക് വഴികാട്ടിയ ദൈവം. ആമേൻ. ചിലപ്പോഴൊക്കെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോയാൽ മതി, ഞങ്ങൾക്ക് മിസ്രൈമിലെ മടങ്ങിപ്പോയാൽ മതി. അവിടുത്തെ ഒരുപാട് ആഹാര സാധനങ്ങളെ കുറിച്ച് ഒരു പേര് പറയുന്നു. ഇറച്ചിക്കലങ്ങളിൽ ഓർമ്മ വരുന്നു, ചുറ്റുള്ളി, മറ്റു കാര്യങ്ങൾ ഒക്കെ അവർക്ക് ഓർമ്മ വരുന്നു. അടിമത്തമാണെങ്കിലും വേണ്ടിയില്ല, മടങ്ങിപ്പോയാൽ മതി. പക്ഷെ പോയില്ല. മുമ്പോട്ട് പോകാൻ അവർ ബന്ധപ്പെട്ടു, കനാനിലേക്ക് പോകാൻ. കാരണം കനാനെക്കുറിച്ച് അവർക്ക് വലിയ പ്രത്യാശ. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ തേനും പാലും ഒഴുകുന്ന ദേശമാണ്. എന്നാൽ കനാനിലേക്ക് പോകുവാൻ ബന്ധപ്പെട്ട് വന്ന ജനം 12 പേരെ മോശ ഒറ്റുനോക്കുവാനായിട്ട് അയച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് വലിയ ഫലവിഭവങ്ങളൊക്കെ 2 പേർ ചുമ്മി കൊണ്ടുവന്നു. ജനത്തിനൊക്കെ കണ്ടിട്ട് താല്പര്യമായി, ഇഷ്ടമായി. പക്ഷേ 10 പേര് പറഞ്ഞ് സാക്ഷ്യ നിമിത്തം ജനത്തിൻ്റെ ഹൃദയം ഉരുകി, മനസ്സുരുകി. അവർ പറഞ്ഞു, ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? മിസ്രൈമിൽ മരിച്ചു പോകുന്നതല്ലായിരുന്നോ? അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വളരെയധികം അവർ ദൈവത്തോട് അത് മറുതലിച്ചു പോയി എന്ന് നമ്മൾ കാണുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ, 12 വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ, 12-ാം വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? താൻ നിൽക്കുന്നു തോന്നുന്നുവെന്ന് വീഴാതിരിപ്പാൻ നോക്കുക. അതിന് മുമ്പിലത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആമേൻ, ഇത് നിങ്ങൾക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. എന്താ ബുദ്ധിയുപദേശം? പിതാക്കന്മാരായ ജനം, ഒരേ വെള്ളത്തിൽ കൂടി കടന്നുപോയവർ, ഒരേ ആത്മീക ആഹാരം കഴിച്ചവർ, ഒരേ ആത്മീക പാറയിൽ നിന്ന് കുടിച്ചവർ. സ്തോത്രം. ആമേൻ. അവർക്ക് എന്ത് സംഭവിച്ചു? പാതിവൃത്യ ഭംഗം സംഭവിച്ച് മരുഭൂമിയിൽ അവർ തള്ളിയിട്ട് കളഞ്ഞു. 40 വർഷം അവരെ മരുഭൂമിയിൽ അവരുടെ ശവങ്ങൾ വീണു, ചത്തൊടുങ്ങിപ്പോയി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അടുത്ത തലമുറയെ ദൈവം പിന്നെയും എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് ദൈവം പങ്കിട്ടു കൊടുത്തു. ഹല്ലേലൂയ. ദൈവം അവർക്ക് സമാഗമന കൂടാരം കൊടുത്തു. ദൈവം അവർക്ക് ദേവാലയം കൊടുത്തു.
രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും പുരോഹിതന്മാരെയും ഇടയന്മാരെയും ഒക്കെ സമയാസമയങ്ങളിൽ ദൈവം അവർക്ക് നൽകി. കർത്താവിൻ്റെ വചനം പറയുന്നത് ആരംഭം നല്ലതായിരുന്നു, പക്ഷേ മുമ്പോട്ട് അങ്ങോട്ട് പോയപ്പോൾ ക്ഷീണമായിപ്പോയി. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണോ ഗലാത്യരെ? 1-ാം വാക്യത്തിൽ ചോദിക്കുന്നു, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനാ നിങ്ങൾ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. 3-ാം വാക്യത്തിൽ ചോദിക്കുന്നു, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണോ? നിങ്ങൾ ആരംഭിച്ചത് എങ്ങനെയാ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? പ്രിയമുള്ളവരെ, നമ്മളോടും ഈ ചോദ്യം ചോദിക്കാറില്ല പലപ്പോഴും. തുടങ്ങിയ സമയത്ത് എത്ര തീഷ്ണതയായിരുന്നു, എത്ര ഉണർവായിരുന്നു, എത്ര ശക്തിയായിരുന്നു, എത്ര ഉത്തരവാദിത്തത്തോടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അതെല്ലാം എവിടെ പോയി? ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആമേൻ, സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവിൻ. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് കിട്ടിയ സമയം വളരെ വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒന്നാമത് അവർ എന്ത് ചെയ്തു? അവരുടെ ആമേൻ ഉപകാരങ്ങളെ മറന്നുപോയി, നന്ദികേട് കാണിച്ചു. ആമേൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ എന്ത് ചെയ്തു? they left their first love. അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കർത്താവ് പറയുന്നു, വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം ഞാൻ ഓർക്കുന്നു. നിന്റെ യൗവനത്തിലെ ഭക്തി അത് വളരെയധികം പരാമർശിക്കപ്പെട്ടതാണ്, അത് വളരെയധികം കമൻറ്റബിൾ ആണ്, അത് എടുത്തു പറയത്തക്കതായിരുന്നു. അതുപോലെ തന്നെ വിവാഹം നിശ്ചയിച്ച കാലത്തിലെ നിന്റെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ദൂത് പറയുന്നുണ്ടല്ലോ, എഫെസോസിലെ സഭയോട് 7 നല്ല ഗുണങ്ങൾ അവരെക്കുറിച്ച് പറയുന്നു. സഹിഷ്ണുത, അധ്വാനം, പ്രയത്നം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറയുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആമേൻ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് എൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, 7 ഗുണങ്ങൾ, ശ്ലാഘിക്കത്തക്ക 7 നല്ല ഗുണങ്ങളുള്ള ഈ എഫെസോസിലെ സഭ, ആമേൻ, ഈ സഭയുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് ആയിരുന്ന 7 ഗുണങ്ങളെയും തകർത്ത് കളയത്തക്ക രീതിയിൽ, നാമാവശേഷമാക്കത്തക്ക രീതിയിൽ, ഇല്ലാതെയാക്കുന്ന രീതിയിൽ ഉള്ള വലിയൊരു ദോഷമായിരുന്നു അവർ ചെയ്തത്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കർത്താവിൻ്റെ സഭയോട്, ഈ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് യിരെമ്യാവിൽ കൂടെ, നിന്റെ വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമത് അവര് ഇൻഗ്രാറ്റിറ്റ്യൂഡ്, അവിടെ നന്ദികേട്. രണ്ടാമത് അവർ വലിയ ഒരു കുഴപ്പം വേറെ ചെയ്തു. അവർ കൺസിസ്റ്റന്റ് അല്ലായിരുന്നു. ഇൻകൺസിസ്റ്റൻസി ആൻഡ് ദ ഫൂളിഷ്നെസ്, അവിടെ സ്ഥിരതയില്ലാത്ത പ്രവൃത്തികൾ, വിഡ്ഢിത്വം അല്ലെങ്കിൽ മഠയത്തരം, ഭോഷത്തരം അവർ കാണിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതായ ഒരു കാര്യം നമ്മൾ കാണുന്നു. ആമേൻ. ദൈവം അവരോടൊരു എക്സാമ്പിൾ ചോദിക്കുന്നു 10-ാം വാക്യത്തിൽ, യിരെമ്യാ 2:10, നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുവിൻ. ഗോഡ് ഈസ് ചലഞ്ചിങ് ദം, വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ജാതികളുടെ അടുക്കിലേക്ക് ചെന്ന് നോക്ക്. ജീവനുള്ള ദൈവത്തെ ഒരു പരിചയമില്ലാത്ത ജാതികളുടെ അടുക്കിലേക്ക് ചെന്ന് നോക്ക്. ആ ദ്വീപുകളിലേക്ക് ചെന്ന് നോക്ക്. കേദാറിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവിൻ. ഏതുപോലെ? എന്താ കർത്താവിന് പറയാനുള്ളത്? 2:11 പറയുന്നു, ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? എന്നിട്ട് പറയുന്നു, അവ ദേവന്മാരല്ല താനും. ഈ ജാതികളുടെ ദേവന്മാരെന്ന് പറയുന്നത് ദേവന്മാരല്ല. എന്നിട്ടുകൂടി ഈവൻ ദെൻ അവരവരുടെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? എൻ്റെ ജനം, എന്നാൽ എൻ്റെ ജനം
തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ആമേൻ. ഫസ്റ്റ് ദർ ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദികേട്. സെക്കൻഡ് ദർ ഇൻകൺസിസ്റ്റൻസി, അവർ ദൈവത്തെ വിട്ടുമാറുകയാണ്, വേറെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ജനത്തോട് ദൈവത്തിന് പറയാനുള്ള ദൂതം ഒന്നേ ഉള്ളൂ, മടങ്ങി വാ. എന്താ ഇവർ വാസ്തവത്തിൽ ചെയ്തത്? ഇവര് 2:13 നമ്മളെ 12-13 വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ആകാശമേ ഇതിങ്കിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകാം എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകാശം ചരാചരങ്ങളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? ദൈവം വിളിക്കുമ്പോൾ ഓടി വരുന്ന പ്രകൃതി ആകാശത്തോട് പറയുന്നു, ഇങ്ങനെ ഒരു വലിയ സംഭവമാണ് ഇവർ ചെയ്തത്, ഒരു വലിയ കുറ്റമാണ് ഇവർ ചെയ്തത്, ഇതിൽ സ്തംഭിച്ചു പോകാം. എന്നിട്ട് പറയുന്നു, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എന്താ 2 ദോഷം? ഒന്നാമത്തെ ദോഷം, അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത്. ആമേൻ. എന്നെ ഉപേക്ഷിച്ചു എന്ന് വെറുതെ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ആരെ ഉപേക്ഷിച്ചത്? ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവിനെ ഉപേക്ഷിച്ചു. എന്താ ജീവജലത്തിൻ്റെ പ്രത്യേകത? ജീവിപ്പിക്കുന്ന അനുഭവം. കർത്താവിൻ്റെ ബന്ധത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, തങ്ങളെ ആരാധനകളും തങ്ങളുടെ ദൈവിക ബന്ധങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവവചനത്തിൻ്റെയും ആധാരത്തിൽ ഓരോ ചുവടുകളും മുമ്പോട്ട് വെക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും, ജീവജലത്തിൻ്റെ ഉറവ എന്താണെന്ന്. ഹല്ലേലൂയ. ശബരിയാസ്ത്രീയോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, നീ തരുന്ന ജലം ഇത് ദാഹിക്കുന്ന വെള്ളമാണ്, എന്നാൽ ദാഹിക്കാത്ത വെള്ളം ഞാൻ നിനക്ക് തരാൻ എൻ്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ പ്രിയപ്പെട്ട സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൾ പറയുന്നു, എനിക്കത് അറിയത്തില്ല, അതെവിടെയാണ് കിട്ടുന്നത്, കിണർ എവിടെയാ, ഞാൻ അവിടെ പോയി അത് കോരട്ടെ, ടെൽ മീ വേർ ഇസ് ദാറ്റ് പ്ലേസ്, ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞതാ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ആമേൻ, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, തന്നെയുമല്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ്. അപ്പോൾ സ്ത്രീ പറഞ്ഞ മറുപടി അവൾക്ക് അറിയത്തില്ല, അവളെ അജ്ഞതയിലാണോ പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞ ആ ഉത്തരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. പ്രൈസ്. യജമാനെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഈ ജീവജലത്തിൻ്റെ ഉറവ നമ്മുടെ അടുത്തില്ലേ, നമ്മുടെ ഉള്ളിലില്ലേ? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിനോട് നമുക്കുള്ള ബന്ധം എങ്ങനെയാണ്? Is it a living relationship? Is it something that is running? ഇപ്പം ഞാൻ ചെയ്യുന്നത് ലൈവ് പ്രോഗ്രാമാണ്.
ഇതിപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് കുറച്ചു നേരത്തെ കാണും. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ പ്രോഗ്രാം ഫിനിഷ് ആകും. ഇത് ഫിനിഷായി കഴിയുമ്പോൾ ഈ പ്രോഗ്രാമിനെ ആരും ലൈവ് എന്ന് വിളിക്കത്തില്ല. ഈ പ്രോഗ്രാം ഫിനിഷായി കഴിയുമ്പോൾ ഇതിനെ റെക്കോർഡഡ് ലൈവ് എന്ന് വേണേൽ പറയും, അല്ലെങ്കിൽ റെക്കോർഡഡ് എന്ന് പറയും. കാരണം ഇത് ലൈവ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 6:30 onwards it was live, but after some time this live program is going to end. Amen. ജീവനുള്ളതിനെയാണ് ലൈവ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ആമേൻ. ജീവനുള്ളതിന് എന്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, അതെപ്പോഴും പ്രവർത്തനനിരതമായിരിക്കും. ഹല്ലേലൂയ. സർവീസിലെ സഭയോട് കർത്താവ് പറയുന്നു, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, പക്ഷെ നീ ജീവനില്ലാത്ത ആളാണ്. നിന്റെ പേര് മാത്രമേ നിനക്കുള്ളൂ, പക്ഷെ നീ ആരാണ്? നീ മരിച്ചവനാണ്. ആമേൻ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് കവി പാടുന്നില്ലേ? അപ്പൊ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിൽ നീ ആരാ? നീ മരിച്ചവനാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ആമേൻ. 3-ാമത്തെ അധ്യായത്തിലാണ്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനുള്ളതായി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആമേൻ. അപ്പോൾ ജീവജലത്തിന്റെ ഉറവയായ, നമുക്കതിലേക്ക് മടങ്ങി വരാം. ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആമേൻ. ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥാവിശേഷത്തിലേക്ക് നാം പോകുന്നു എന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത്. ജീവനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ന് വെച്ചാൽ എന്ത് ജീവനാ? കർത്താവ് നൽകിയ ജീവൻ. നമ്മുടെ മാനുഷിക ജീവനല്ല. മാനുഷിക ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അത് 10, 60, 70 അത്ര ദൈവം തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരു കൊറോണ വന്നാലും മതി, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും. ഞാൻ ആ ജീവനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഉള്ളിലെ മനുഷ്യന്റെ, അകത്തെ മനുഷ്യന്റെ ജീവൻ. ആ ജീവൻ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ജീവനാണ്. ആ ജീവൻ വ്യാപരിക്കുന്നത്, ആ ജീവൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് കർത്താവിന് വേണ്ടി മാത്രമാണ്. ദൈവമഹത്വത്തിനായി, ദൈവത്തിന്റെ നാമത്തിന്റെ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം വിശ്വസ്തയോടെ ദൈവവചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും പ്രമാണങ്ങൾ ആലോചന അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഈ ജീവനിലാണ് ചലിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവര് എന്ത് ചെയ്തു? ഇവര് ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനെ, ദൈവത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് 1-ാമത്തെ ദോഷം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു എന്നാണ് യിരെമ്യാവ് പറഞ്ഞത്. അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ അവർ ചെയ്തു. ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞ് പോട്ടെ, നമ്മൾ അബദ്ധം പറ്റിപ്പോയി, നമുക്കിങ്ങ് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അവർ പോയി വേറെ കിണർ കുഴിച്ചു. ആമേൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ഒരു സോഴ്സ് ഓഫ് വാട്ടർ ഇനിമേലെ ഞങ്ങൾക്ക് വേണ്ട. വി ആർ ഗോയിങ് ഫോർ അനദർ സോഴ്സ് ഓഫ് വാട്ടർ. ഞങ്ങൾ മറ്റൊരു ഉറവയെ തേടി പോകുകയാണ്. മറ്റൊരു ഉറവ തേടി പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. ആമേൻ. എന്നിട്ട് അവർ പോയി കിണർ കുഴിച്ചു. പക്ഷേ അവർ കുഴിച്ച കിണറ് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദിസ് ഈസ് അട്ടർ ഫൂളിഷ്നെസ്. ഇത് വിഡ്ഢിത്തമാണ്. ഇത് ഭോഷത്വം അവർ കാണിച്ചത്. ജീവജലത്തിന്റെ ഉറവയായ ദൈവം, ഒരിക്കലും വറ്റാത്ത കിണറുകളുടെ ഉറവയായ ദൈവം, ഒരിക്കലും വറ്റിപ്പോകാത്ത ദൈവിക സാന്നിധ്യവും ദൈവിക സംരക്ഷണവും ദൈവിക കരുതലും ദൈവിക ശക്തിയും നമ്മുടെ അവകാശമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് വേണ്ട എന്ന് പറഞ്ഞ്
അതിനെ ഉപേക്ഷിച്ചിട്ട് അതിനെ മാറ്റിവെച്ചിട്ട് മറ്റ് സോഴ്സ് അല്ലെങ്കിൽ മറ്റ് ഉറവകളെ തേടിപ്പോകുന്ന, മറ്റ് സ്ഥാനമാനങ്ങളെ തേടിപ്പോകുന്ന, മറ്റ് പദവികളെ തേടിപ്പോകുന്ന, ജീവിതത്തിലെ മറ്റ് പലതിനെയും പുറകെ പോകുന്ന അനുഭവം, ഹല്ലേലൂയ, അത് അട്ടർ ഫൂളിഷ്നെസ് ആണ്, അത് മൗഢ്യതരമാണ്, അത് അബദ്ധമാണ്, അത് ഭോഷത്തരമാണ്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാമോ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 3 ശ്രദ്ധേയമായ ഉപമകളെ കുറിച്ച് പറയുന്നു. ഈ 3 ഉപമകളും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന വേറെ ഒരു സ്ഥലമില്ല. ആമേൻ. ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരാട്. ഹല്ലേലൂയ. ഒരുവന് 100 ആടുണ്ടായിരുന്നു. ആ 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടു പോയി. ഇവിടെ വായിക്കുന്നത് ആ സ്നേഹമുള്ള ഇടയൻ ആ 99-നെയും മറ്റെവിടെയോ സുരക്ഷിത സ്ഥാനത്ത് വെച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ വെച്ചിട്ട് ഈ കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയതിനെ തേടി പോയി എന്നെ കണ്ടുപിടിച്ച് തോളിലേറ്റി സന്തോഷത്തോടെ മടങ്ങി വന്ന് ആ മടങ്ങി വന്നതിൻ്റെ സന്തോഷം ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അതിൻ്റെ അവസാനം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നഷ്ടപ്പെട്ട ഒന്നിനെ ചൊല്ലി സ്വർഗത്തിൽ വളരെ സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു അടുത്ത ഉപമ, നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. ഈ 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്തു? ആ കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടാനായിട്ട് അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി സൂക്ഷ്മത്തോടെ അത് അന്വേഷിച്ചു. അത് കണ്ടുകിട്ടിയപ്പോൾ അവളും ഈ അയൽക്കാരെയും സ്നേഹിതമാരെയും വിളിച്ച് സന്തോഷിച്ചു. അവിടെയും കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 3-ാമത്തെ ഉപമ വളരെയധികം പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻസ് ഉള്ള ഉപമയാണ്. ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ആ 2 പുത്രന്മാരിൽ ഒരുവൻ ചെന്ന് അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം എന്ന് പറഞ്ഞു. അവനവർക്ക് മുതൽ പകുത്തു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. മുതൽ പകുത്തു കൊടുത്തു. ആമേൻ. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയവൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, സകലവും നശിപ്പിച്ചു. അവസാനം വളരെ പരിതാപകരമായ നിലയിലെത്തി. ഹല്ലേലൂയ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നഷ്ടപ്പെട്ടു പോയ ആട് അതിന് മടങ്ങി വരാൻ അറിയത്തില്ല. ആടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അത് ബുദ്ധിയില്ലാത്ത ഒരു ജന്തുവാണ്. അതിനെ നഷ്ടപ്പെട്ടു പോയി തനിയാകുമ്പോൾ അതിന് കിടന്ന് കരയാനേ അറിയത്തുള്ളൂ. അങ്ങനെ കിടന്ന് കരഞ്ഞാൽ അത് അധികം അപകടം വിളിച്ചു വരുത്തും. വന്യമൃഗങ്ങൾ കണ്ടിട്ട് അതിനെ ആക്രമിക്കാനിടയായിത്തീരും. അഥവാ വഴി തന്നെ കണ്ടുപിടിച്ച് പോകാമെന്ന് തന്നെ തോന്നിയാൽ തന്നെ അത് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. എവിടെ നിന്നാണ് അത് വഴി തെറ്റിയതോ അങ്ങോട്ട് പോകാതെ നേരെ വിപരീത ദിശയിലേക്ക് അത് വെച്ച് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് വഴി അറിയത്തില്ല, മടങ്ങി വരാൻ അറിയത്തില്ല. അതുപോലെ തന്നെ സെക്കൻഡ് പാരബിളിനകത്ത് യേശു പറയുന്നത് നഷ്ടപ്പെട്ട ദ്രഹ്മ, കോയിൻസ്. സഞ്ചിയിൽ ഒരുമിച്ച് 10 ഉണ്ടായിരുന്നു. എങ്ങനെയോ ഈ 10 ഒരെണ്ണം താഴെ പോയി. പക്ഷെ അത് ആ ദ്രഹ്മയ്ക്കും ആ കോയിനും ആ നാണയത്തിനും തന്നെത്താനെ മടങ്ങി വരാൻ അറിയത്തില്ല. അപ്പൊ ആദ്യത്തെ നഷ്ടപ്പെട്ട ആടിനെ തിരക്കിപ്പോയി കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വരണം. രണ്ടാമത് നഷ്ടപ്പെട്ട ദ്രഹ്മയും തിരക്കി വിളക്ക് കത്തിച്ച് അടിച്ചുവാരി കണ്ടുപിടിച്ച് സൂക്ഷ്മത്തോടെ അന്വേഷിച്ചാൽ മാത്രമേ തിരികെ കിട്ടത്തുള്ളൂ. പക്ഷെ ഈ 3-ാമത്തെ നഷ്ടപ്പെട്ട എന്ന് പറയുന്നത് അത് കളഞ്ഞുപോയതല്ല, അത് ഇറങ്ങിപ്പോയതാണ്. ഹല്ലേലൂയ. എവിടെ നിന്ന് ഇറങ്ങിപ്പോയി? സ്നേഹനിധിയായ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോയി. വാത്സല്യത്തോടെ മോനെ എന്ന് വിളിച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, കാക്കുന്ന, സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അനുഭവം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട ദ്രഹ്മയ്ക്കും ആടിനും മടങ്ങി വരാൻ പറ്റത്തില്ല. എന്നാൽ നഷ്ടപ്പെട്ട അതുകൊണ്ട് അത് രണ്ടിനെയും തേടി ചെല്ലുന്ന അനുഭവം നമ്മൾ കാണുന്നു. എന്നാൽ ഇറങ്ങിപ്പോയ മകനെ തേടി
ആരും പോകുന്നില്ല. അവൻ തിരികെ വരാൻ അവന് വണ്ടിയൊന്നും അയച്ചു കൊടുക്കുന്നുമില്ല. അവൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു, എവിടെയാണെന്ന് അറിയത്തു പോലുമില്ല. എന്നാൽ അവന് സുബോധമുണ്ടായപ്പോൾ അവൻ ആദ്യം ഓർത്ത് എന്താണെന്നറിയാമോ? അപ്പന്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തു. താൻ വിട്ടുപോന്ന, താൻ ഇറങ്ങിപ്പോന്ന, താൻ എന്നേക്കുമായിട്ട് ഉറവ മാറ്റിയതുപോലെ ഇവിടെ സ്തോത്രം, ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ, വെള്ളമില്ലാത്ത കിണറുകളെ അവർ കുഴിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ഈ ജീവജലത്തിന്റെ ഉറവയായ ദൈവ സാന്നിധ്യത്തെ, ദൈവിക സമ്പർക്കത്തെ, ദൈവിക കൂട്ടായ്മയെ, ദൈവത്തിന്റെ കരുതലിനെ ഉപേക്ഷിച്ച് ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, എന്നെങ്കിലും ഒരിക്കൽ ആ പഴയ കൂട്ടായ്മ ബന്ധം, ആ പഴയ സ്നേഹം, ആ പഴയ അനുഭവം നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവർ. എഫെസോസ് സഭയോടും പറഞ്ഞതാണല്ലോ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക, തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഈ മകൻ അത് ഓർത്തു. തൻ്റെ അപ്പന്റെ ഭവനം, അപ്പന്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവിടേക്ക് മടങ്ങിപ്പോകണമെന്ന ആഗ്രഹം അവനെ വല്ലാതെ അലട്ടി. പ്രിയമുള്ളവരെ, അവനറിയാം മടങ്ങിപ്പോകാൻ യോഗ്യതയില്ല. മടങ്ങിപ്പോയാൽ സ്വീകരിക്കത്തക്ക രീതിയിൽ ഒരു യോഗ്യതയുമില്ല. ഇനി അവനവിടെ സ്വത്തില്ല, ഇനി അവനവിടെ അവകാശമില്ല, ഇനി അവനവിടെ ജീവിക്കാനുള്ള ഒരു അർഹതയുമില്ല. അതുകൊണ്ട് അവൻ തീരുമാനമെടുത്തു, ഞാൻ മടങ്ങിപ്പോയി എന്ന് പിതാവിനോട് ഇങ്ങനെ പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്നെ മകൻ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ നിന്റെ ഭവനത്തെക്കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ട്. ആ ഭവനം സ്നേഹത്തിന്റെ ഭവനമാ, ആ ഭവനം കരുതലിന്റെ ഭവനമാ. ആ ഭവനത്തിൽ അനേക വേലക്കാർ തിന്ന് അവരുടെ മുതല തിന്നിട്ട് അവരെ വേസ്റ്റാക്കി കളയുന്ന ഭവനമാ. ഞാൻ ഇവിടെ പട്ടിണി കൊണ്ട് ചാകുന്നു, ഞാൻ അവിടേക്ക് മടങ്ങി വരും. എന്നിട്ട് ഞാൻ നിന്നോട് പറയും, നിന്റെ വേലക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കി തീർക്കണമേ. പ്രിയമുള്ളവരെ, മടങ്ങി വരുന്ന മകനെ സ്വീകരിപ്പാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദൂരെ നിന്ന് കണ്ട് ഓടിച്ചവനെ ആശ്ലേഷിച്ച് അവനെ ചുംബിച്ച് അവനെ ഉമ്മ വെച്ച് അവന് വേണ്ട എല്ലാ പരിചാരണങ്ങളും കൊടുക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവ്. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ ഇന്ന് രാത്രി ദൂത് കൈമാറട്ടെ. ഒരുപക്ഷെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം നാം മാറിപ്പോയത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് നിമിത്തമായിരിക്കാം, അല്ലെങ്കിൽ എന്തു കാരണം എന്തുമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. കാരണമൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഈ മടങ്ങി വന്ന മോനോട് പിതാവ് ഒന്നും ചോദിക്കുന്നില്ല. മക്കളെ, നീ എവിടെയായിരുന്നു, എന്തിനാ പോയത്, ഇപ്പോഴും നിനക്ക് വരാൻ തോന്നിയല്ലോ, ഒന്നും ചോദിക്കുന്നില്ല. ഒന്നും എനിക്ക് അറിയണ്ട, നീ ഒന്നും പറയണ്ട, നീ ഒന്നും എനിക്ക് നിന്നെ കേൾക്കണ്ട, എനിക്ക് നിന്നെ മടക്കി കിട്ടിയല്ലോ, അത് വലിയ സന്തോഷം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവിയായി എന്നെ ഉപേക്ഷിച്ചു. അവർ വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇവർ കടന്നുപോയി, ഉറവ കണ്ടുപിടിച്ചു, കിണർ കുഴിച്ചു, അവസാനം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവസാനം അറിയുന്നത് വെള്ളമില്ല. എന്നിട്ട് പോലും ഈ നല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ഇടയായില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആ പ്രിയ ദൈവമക്കളെ അല്ലാത്ത എല്ലാവരുമേ, ഈ വലിയ സ്നേഹം നമ്മെ ഇന്നും മാടി വിളിക്കുന്നു. ദൈവം കരുതുന്ന ദൈവമാണ്, സൂക്ഷിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, ഇടപെടുന്ന ദൈവമാണ്, നമ്മെ മാറോട് ചേർത്ത് അണയ്ക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. ഈ ദൈവിക കൂട്ടായ്മയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ ഈ വലിയ ആ ഒരു പ്രസൻസിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആമേൻ. ലെറ്റ് us come back. സമയം അമാന്തിച്ചിട്ടില്ല, ഇനി സമയമുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇന്ന് രാത്രി ഒരു ക്ഷമാപണത്തിൻ്റെ ഒരു പ്രാർത്ഥന കർത്താവിനോട് ചെയ്യും. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരുന്നപ്പാ, ഞങ്ങൾ മടങ്ങി വരികയാണ്. ഞങ്ങൾക്ക് മറ്റൊന്നും ഗത്യന്തരമില്ല. ഞങ്ങൾ കുഴിച്ച കിണറുകളെല്ലാം വെള്ളമില്ലാത്തതാ. ഞങ്ങൾ കുഴിച്ച കിണറുകളെല്ലാം പൊട്ടക്കിണറുകളാ.
ഈ ലോകത്തിൻ്റെ കിണറുകളെ കുഴിച്ചവരാണോ നമ്മൾ? ആമേൻ. ഇന്ന് രാത്രി കർത്താവിനുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാം. നഷ്ടപ്പെട്ട പ്രസരിപ്പ്, നഷ്ടപ്പെട്ട ഉണർവ്, നഷ്ടപ്പെട്ട ആ ബന്ധം, നഷ്ടപ്പെട്ടതായ ആ ഒരു സാമീപ്യം, ഓ വാട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് വുഡ് ബി, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ്. കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നിടത്തോളം മറ്റൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി മടങ്ങി വരാം ദൈവസ്നേഹത്തിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക്, ദൈവിക സന്തോഷത്തിലേക്ക്, ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് തിരികെ വരാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആ ജീവജലത്തിൻ്റെ ഉറവയുടെ മറവിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മേവരെയും ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.